ഹലോ, അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണെന്ന് പറയാം. ഇവിടെ ഹോസ്പിറ്റലിലാണുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ പോലല്ലേ, അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അറിഞ്ഞോലൊക്കെ നമ്മളോട് ഇന്നും ഇങ്ങനെ ചോദിക്കണ്ടിട്ട് എന്തായി വിവരങ്ങൾ, താത്ത വിവരം അറിയിക്കുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒരു ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ 1 മണിയാകുമ്പോൾ രാവിലെ 9 മണിക്ക് വന്നേക്കണ്. പിന്നെ 1 മണി ആകുമ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്റർക്ക് കയറ്റണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൈയൊക്കെ ഇങ്ങനെ രോമൊക്കെ സേവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് എന്നോട് അവിടെ ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കയ്യിൽ ബോൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഞരമ്പിനൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ICUക്കാണ് കേട്ടോ കൊണ്ടുപോകണത്. ICUക്ക് കൊണ്ടുപോയിക്കാൻ ഡ്രസ്സും ഇതൊക്കെ ഞാൻ വാങ്ങി കൊടുത്തിരുന്നു. ഇടാനുള്ള ഡ്രസ്സൊക്കെ അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞ് അതൊക്കെ മാറ്റി കൊടുത്ത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് മാറ്റി കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്ത് പോയി ഇരുന്നോളി, ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ഞാൻ വിളിക്കൂട്ടാന്ന് പറഞ്ഞു. ഡോക്ടർ പള്ളി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലേ, വെള്ളി കഴിഞ്ഞാലാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിരുന്നു. പിന്നെ 1 മണിയൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്റർക്ക് കൊണ്ടുപോയത്. പിന്നെ 4 മണിയായിരിക്കണം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ 7 മണിക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിന് ICUക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കൊടുന്നാൽ 7 മണിക്കാണ്. പിന്നെ ഞാൻ 4 മണിക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചു. പിന്നെ 7 മണിക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു പെന്നും ചായയും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താളി പറഞ്ഞാണ്ട് അങ്ങനെ ആങ്ങളുണ്ടായിന്. ഓനെ ഒരു പെന്നും ചായയും കൊടുത്തിട്ട് അത് കുടിച്ചാണ്. അപ്പോൾ കട്ടിയുള്ള ഭക്ഷണമൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കയ്യിൻ്റെ ഏറ്റവും താഴെ ഉണ്ടോ ചെയ്തേക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പ്രായമായിട്ടില്ലല്ലോ, നമ്മൾ പ്രായം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും താഴെയാണ് ചെയ്തേക്കുന്നത്. അതെങ്ങാനും ശരിയായിട്ടില്ലെങ്കിൽ കുറച്ച് മേലക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്താലാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞയച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി റെസ്റ്റ് തന്നെ. എന്താ അപ്പോൾ അതൊക്കെ അല്ലേ, ഈ പ്രായക്കാരൊക്കെ ഇങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം ആരോടാ പറയാൻ? എനിക്ക് നിങ്ങളോട് തന്നെ പറയാനുള്ളൂ, വേറെ ആരോടും പറയാനില്ല. അപ്പോൾ കാണിച്ചാൽ പറഞ്ഞിരിക്കണോ, ചെയ്ത് ശരിയാക്കണോ, അതിൻ്റെ ഡ്രസ്സിങ് എടുക്കും വേണം. അപ്പോൾ തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ അറിയിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാ വാട്സപ്പിലൂടെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു വീട്ടിലത്തെ ആൾക്കാരെ പോലുള്ളൊരു ചോദ്യമാണ് നിങ്ങളെല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നത്. മരുന്നൊക്കെ ഉണ്ട്, തേക്കാനുണ്ട്, കുടിച്ചാനൊക്കെ ഉണ്ട്, ഒരുപാട് മരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മുറിവ് ഉണങ്ങണം, അതുവരെയെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോയി കിട്ടണം. അതിന് നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണം. നിങ്ങളെല്ലാവരും ദ്വായും സപ്പോർട്ടും ഉണ്ട് എന്നുള്ള എല്ലാവരും നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ സന്തോഷട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പോകണം. ഇനിയിപ്പോൾ നമുക്ക് വെച്ചിട്ട് ആരും കൊണ്ടുതരാനൊന്നുമില്ല. മക്കളാരും മോളാണുള്ളത്, മോള് പഠിച്ചാണ്. മോള് ഇവിടെ ഇല്ല. എന്തൊക്കെ ഞങ്ങളോട് പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും ദ്വാ ചെയ്യുക. വലിയ വിഷമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മൂലക്കൊടി തുറക്കണ പ്രായമായിട്ടില്ലല്ലോ, അധ്വാനിക്കണ പ്രായമാണല്ലോ. ഈ അധ്വാനിക്കണ പ്രായത്തിൽ തന്നെ 33-ാമത്തെ വയസ്സിൽ തുടങ്ങിയിരിക്കണല്ലോ അസുഖം. 10 വർഷം മരുന്നേറ്റ് പോയി. ഇപ്പം അധ്വാനിക്കാൻ പോകാൻ പറ്റൂല എന്നുള്ളൊരൊറ്റ സങ്കടമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നയിച്ചാൻ പറ്റൂലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറോട് പ്രത്യേകം ചോദിച്ചു, ഇനിയിപ്പോൾ ഇതൊക്കെ ആയാലും വണ്ടി ഓട്ടാനൊക്കെ പറ്റും. ആ ഒരു പണിയെല്ലാം അറിയുള്ളൂ, ആ പണിയെടുക്കാനും കഴിയണുള്ളൂ. പറ്റുമോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പറ്റൂല കേട്ടോ, നിങ്ങളെ കയ്യിന് ഭാരമുള്ളൊരു സംഗതി നിങ്ങൾ ചെയ്യരുത് കേട്ടോ. കുട്ടി എത്തിക്ക് വരുന്നതും കുട്ടി തൊടുന്നതും കൈ അനക്കണതും ഒരു ഗ്ലാസ് മരുന്ന് കുടിച്ചാലുള്ള വെള്ളം എടുക്കണതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യണൊരവസ്ഥ വരും കേട്ടോ. അത്രയും റെസ്റ്റും കാര്യമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. പണിക്ക് പോകാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു വിഷമം, ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്ത്
ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ 5-6 മണിക്കൂർ ഇരുന്നപ്പോൾ എല്ലാവരും അതും ഒരേപോലെ ആവില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഇത് കഴിയും എന്നൊക്കെ ഡോക്ടർ എന്നെ നല്ല സമാധാനിപ്പിച്ച് കണ്ടാൽ പോയത് 1/2 മണിക്കൂർ കൊണ്ട് കഴിയൂട്ടാ ബേജാറാവൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു കേട്ടോ, പിന്നെ സിസ്റ്ററോട് ചോദിച്ചു 1 മണിക്ക് കയറ്റിക്കണമല്ലോ, പിന്നെ എന്താണ് പിന്നെ ഇത്രയും സമയം ഡോക്ടർ പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താ ഇത്ര വൈകണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പിന്നെ പേരൊക്കെ ചോദിച്ചു കാണ്ട് ഒരു പിന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു കേട്ടോ, പേരൊക്കെ ചോദിച്ചു കാണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും ഒരേമാതിരി ആയി കിട്ടൂല, ചിലർക്ക് നരമ്പ് കിട്ടാൻ പ്രയാസപ്പെടും, ചെറിയ നരമ്പേക്കാരും ചെറുത് വലിയ നരമ്പാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടും പ്രളയപ്പെടുത്തിട്ട് നമ്മൾ ബേജാറാകുന്നു വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ ആശ്വാസപ്പെടുത്തിയിട്ടാവും. അപ്പോൾ എന്നോട് ആങ്ങളെ പറയണേ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എവിടെ പോയാലും വീഡിയോ എടുക്കുമല്ലോ, എല്ലാ കാര്യവും ഇതൊക്കെ ഇഷ്ടംപോലെ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണതൊക്കെ ഇഷ്ടംപോലെ വീഡിയോ എടുക്കാനല്ലോ. അതിപ്പോൾ വീഡിയോൻ്റെ മൂടൊക്കെ എനിക്ക് പോയില്ലേ നിന്നെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സ്വലാത്തുക്കാർ ചെടി കൂട്ടൊക്കെ അപ്പോൾ അവൻ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അതിനൊന്നും തോന്നുന്നില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ അമ്മാനോട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ളതിന് നമ്മളെല്ലാവരും ദയ കൊണ്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, പൈസ നമുക്ക് കച്ചട്ടായി നിങ്ങളെല്ലാവരും ദയ ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിൽ പൈസ എന്ന് പറഞ്ഞാൽ പിന്നെന്താ ഡോക്ടർ ഫീസ് മാത്രം ചെയ്യാനുള്ള ഫീസ് മാത്രം നമ്മൾ പിന്നെ 13 ചില്ലറയായിട്ടോ. ബില്ല് നോക്കിയാൽ ആ ചില്ലറൻ്റെ കണക്ക് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ, 13 എത്ര ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിൻ്റെ നരമ്പിൻ്റെ ഉള്ളിൽ വെക്കണ ഒരു സാധനം ഉണ്ട്, എന്താ അതിന് ഡിസ്റ്റല പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വാങ്ങി കൊടുക്കാൻ അതും പിന്നെന്താ വേറെ എന്തൊക്കെയാണ് അതിനെത്ര 3 ചില്ലറ അങ്ങനെ ആയി. സ്കാനിങ് പിന്നെ സ്കാനിങ്ങിന് 1500 പിന്നെ മരുന്ന് ബ്ലഡ് ടെസ്റ്റ് പിന്നെ എല്ലാം കൂടി 20 റുപ്യ ആയിട്ടോ. 20 റുപ്യ കറക്റ്റ് 20 റുപ്യ ആയി. പിന്നെ മറ്റുള്ളതൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഇത് മാത്രം 20 രൂപ ആയി. അപ്പോൾ എല്ലാ വിവരങ്ങളും അറിയിക്കുക, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.